ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ അന്നൂസിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഇന്നലെ രാത്രിയാണ് അച്ഛൻ വന്നത്. ഇന്നലെ എന്ന് പറയുമ്പോൾ ജനുവരി 31 തീയതി. അപ്പൊ ഫെബ്രുവരി 1 തീയതിയാണ് അന്നൂസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇത്രയും നീണ്ടുപോയത്. വർക്കിന് വേണ്ടി വയനാട്ടിലേക്ക് പോയി വന്ന ദീപാപിത ഇന്ന് പെൽച്ചയ്ക്ക് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊണ്ടുവന്ന് ചോക്ലേറ്റ്സ് കിട്ടി ഞങ്ങൾക്ക്. അന്നൂസിന് കൊടുത്തപ്പോ വേണ്ട, ഇക്കാണെങ്കിൽ അത് മതി. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഉപ്പുമാവ്. ഫസ്റ്റ് ഉപ്പുമാവും പഴം കൂട്ടി കഴിച്ചു, പിന്നെ ഉപ്പുമാവും പപ്പടം കൂട്ടി കഴിച്ചു, പിന്നെ ഉപ്പുമാവും ഞണ്ടുകറിയും കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി 1 എടുത്തേണെന്ന്. എന്റെ മടി കാരണമാണ് ഇത്രയും നീണ്ടുപോയത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളി. രാവിലെ തന്നെ നമ്മൾ കോട്ടയ്ക്ക് നീതോന്റെ ഐശാന്റെ മുന്നും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് സ്നിഗ്ധി ഉണ്ണിയാളൊക്കെ ഒരു റൂമിൽ കളിക്കാൻ വേണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അല്ല അപ്പത്തിന് തന്നെ ഇത് പറഞ്ഞാലല്ലേ ഞാൻ എന്താ മാറ്റാതെ ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിയതും സ്കേർട്ട് പിന്നെ വിദ്യാമ്പര എടുത്തുനിന്ന് വാങ്ങിയതുമാണ്. ഇതിന്റെ ഫൈനൽ ലുക്ക് ഒക്കെ എവിടെ? പിന്നെ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ നിന്നു. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആമസോണിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റേതായ പോരായ്മകൾ കാണാനുണ്ട്. അല്ല ഞാൻ ഉദ്ദേശിച്ച കളർ കോംബോ ആണ്, എന്തൊക്കെ വിജൃംഭിച്ചുമായി. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോവാണ്. അമ്മമ്മ ഒരു കേക്ക്, ഞങ്ങളൊരു കേക്ക്, അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കേക്ക് വാങ്ങി വരുന്ന വഴിക്ക് പേപ്പർ ഗ്ലാസും പേപ്പർ പ്ലേറ്റും വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കുഞ്ഞ് 2 കേക്കായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3/4 കിലോയിലായിരുന്നു നമ്മളൊരു 2 ടാർ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വെറും 500 രൂപയിൽ താഴെ. നമുക്ക് റാഷിത്താത്തയായിരുന്നു ഇതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കാൻഡിലൊക്കെ കത്തിച്ചു. ഇനി കേക്ക് കട്ട് ചെയ്യാനൊക്കെ പോവാണ്. അന്നൂസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോട്ട് സൂട്ടൊക്കെ ആയിരുന്നു. അതിട്ടിട്ടാണെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ചിരിക്കുന്ന ഒരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അവന് ചിരിച്ചു തന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്രാവശ്യം ഡബിൾ ഹാപ്പി ആയത് അച്ഛനും കൂടി ഉണ്ടായതുകൊണ്ടാണ്. അന്നൂസ് ഭയങ്കര പൂപ്പി ഫാനാണ്. അതോട് പൂപ്പി വയ്ക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് താത്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താത്ത എനിക്ക് അടിപൊളിയായിട്ട് കേക്ക് ചെയ്തു തരും ചെയ്തു. വളരെ കുറച്ച് പേരുള്ള ഒരു സിമ്പിൾ സെലിബ്രേഷൻ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം തന്നത്. അങ്ങനെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചോടുക്കലായിട്ട് എല്ലാവർക്കും കൂടെ കേക്ക് വീതിക്കുന്ന ദിൻപാപ്പയാണ്. ദിൻപാപ്പ ഇതിൽ എക്സ്പേർട്ട് ആണ്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ദിൻപാപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പോപ്പർ പൊട്ടിക്കാനായിട്ട് മറന്നുപോയി. അത് പൊട്ടിക്കാൻ വേണ്ടിട്ട് മുത്തുപാപ്പി നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുത്തുപാപ്പി ഫോട്ടോസും വീഡിയോസ് എടുത്ത് അത് അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മുടെ ദിൻപാപ്പി വീതിച്ച് നമ്മളെ കേക്കും കഴിച്ച് നമ്മളെ കുശാലായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അമ്മയാണ് അതിൽ എല്ലാവർക്കും കേക്ക് കൊണ്ടേ കൊടുക്കുന്നത്. അതിൽ അമ്മയ്ക്ക് ഒരു ഭാവിയുണ്ട്, തിന്നണേല് എനിക്ക്. ഫുഡ് നമ്മൾ ബിരിയാണി ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്ററിംഗ്സ് ആയിരുന്നു. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിക്കാണ്. അതിൽ ദീപാപ്പിക്ക് ഒരു ഭാവിയുണ്ട് കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിൽ ദമ്മ് പൊട്ടിക്കുക ദീപാപ്പി. ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ കുട്ടികൾ അതൊക്കെ എടുത്തിട്ടുണ്ട് ഊരാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കാനിരുന്നു. എനിക്കാണെങ്കിൽ കോഴിക്കാല് കിട്ടി. എനിക്ക് കോഴിക്കാലായ ജീവനാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പാട്ടിന് പോവാൻ നിന്നു. അങ്ങനെ ഇവരും പോവാ. ഈ ഡേ നമ്മള് ബർത്ത്ഡേ പോയി ഉറങ്ങാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ ബൈ.